നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് ഗൾഫ് മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് GCC ഏകീകൃത ടൂറിസ്റ്റ് വിസ. ഒറ്റ വിസയിൽ 6 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ എന്നിവ ഉൾപ്പെടുന്ന GCC അംഗരാജ്യങ്ങളിലേക്കുള്ള സന്ദർശകർക്ക് യാത്രാ നടപടികൾ ലളിതമാക്കുന്നതിനാണ് ഏകീകൃത ഗൾഫ് വിസ. ഈ 6 ഗൾഫ് രാജ്യങ്ങളും ഒരുപോലെ എടുത്ത തീരുമാനമാണിത്. ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര മന്ത്രിമാരുടെ യോഗം ഈ വിസയ്ക്ക് അംഗീകാരം നൽകിയ പിന്നാലെ GCC സുപ്രീം കൗൺസിൽ ഏകീകൃത ടൂറിസ്റ്റ് വിസയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് നടന്ന 44ാമത് GCC സുപ്രീം കൗൺസിൽ യോഗത്തിലാണ് ഈ തീരുമാനം. ഈ ഏകീകൃത ടൂറിസ്റ്റ് വിസ സന്ദർശകർക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും GCC രാജ്യങ്ങൾക്കിടയിൽ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തുന്നതാണ്. 2023 നവംബറിൽ ഒമാനിലെ മസ്കത്തിൽ വെച്ച് നടന്ന GCC രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രിമാരുടെ യോഗത്തിൽ ഏകീകൃത GCC ടൂറിസ്റ്റ് വിസയ്ക്ക് ഏകകണ്ഠേന അംഗീകാരം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മന്ത്രിമാരുടെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങളെ GCC സുപ്രീം കൗൺസിൽ സ്വാഗതം ചെയ്തു. ഈ വിസ നടപ്പാക്കുന്നതിനുള്ള തുടർ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് GCC രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രിമാരെ സുപ്രീം കൗൺസിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസയ്ക്ക് അംഗീകാരം നൽകാനുള്ള തീരുമാനം ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. GCC രാജ്യങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും ടൂറിസം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിനും ഈ തീരുമാനം വഴിതെളിക്കും. ഇത് സംബന്ധിച്ച് സൗദി ടൂറിസം വകുപ്പ് മന്ത്രി അഹമ്മദ് അൽ ഖതീബ് പറഞ്ഞതാണ് ഈ വാക്കുകൾ. ഈ 6 ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നേരത്തെ തന്നെ GCCയിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാമെങ്കിലും പുതിയ വിസാ നിയമം വിദേശ ടൂറിസ്റ്റുകൾക്ക് പുറമെ ഗൾഫ് പ്രവാസികൾക്കായിരിക്കും ഏറ്റവും അധികം പ്രയോജനപ്പെടുകയെന്നാണ് കരുതപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ചാലക ശക്തിയായി ടൂറിസം മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഏകീകൃത വിസ നടപ്പാക്കുന്നത്. അംഗരാജ്യങ്ങളിലെ ടൂറിസം മേഖലയിൽ ഇത് കൂടുതൽ നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കും. ഷെൻഗൻ വിസ മാതൃകയിൽ GCC ടൂറിസം വിസ എന്ന ആശയം ഗൾഫ് ടൂറിസം സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് നടപ്പാക്കുന്നത്. 2022 നവംബറിൽ അൽ ഉലയിൽ ചേർന്ന GCC ടൂറിസം മന്ത്രിമാരുടെ യോഗമാണ് ഗൾഫ് ടൂറിസം സ്ട്രാറ്റജി ആവിഷ്കരിച്ചത്. എന്നാലും ഈ വിസ വന്നാൽ പ്രവാസികൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.